കിലോമീറ്ററുള്ള യാത്രയാണ്. ഹൈലി റിസ്ക് ആണ്. മൃഗങ്ങളുടെ ശല്യം ഉറപ്പായിട്ടുണ്ടാവും. ആനകൾ, പിന്നെ കാട്ടുപോത്ത്, കടുവ, പുള്ളിപ്പുലി, ഇങ്ങനെയുള്ള സാധനങ്ങൾ എല്ലാം ഉണ്ട്. ഇത് മാനുകളിതാ, മാനുകൾ വെള്ളം കുടിക്കുന്നതും ഇറങ്ങിയെടുത്തോ, ഷൂട്ട് ചെയ്തോ. ഒരു അടിപൊളി സ്ഥലത്താണ് ഞങ്ങൾ എത്തിയത്. ഞങ്ങളിവിടെ കുളിക്കാനുള്ളൊരു സെറ്റപ്പ് നോക്കി വന്നതാണ്. പുഴയിൽ കബനിയാണ്, കബനി നദിയുടെ സൈഡിലാണ് എന്നിട്ട് ഇവിടെ രണ്ടു മൂന്നല്ല ഒരുപാട് ചേച്ചിമാർ ഇത് നെല്ല് കൊയ്തുകൊണ്ടിരിക്കുകയാണ്. ഒന്നുമില്ലാണ്ടുള്ള യാത്രയാണ് നമ്മൾ. കിലോമീറ്റർ കണക്കിന് വീടുകളൊന്നുമില്ല. ഡോക്ടർക്ക് ഇപ്പൊ വഴി അറിയാവുന്നോണ്ട് കുഴപ്പമില്ല. എവിടെ എന്തൊക്കെ ഉണ്ടെന്നുള്ള ഫുള്ള് നമ്മളെ കാട്ടിനുള്ളിൽ കാട്ടിന് ഇത് വഴിയിൽ പോയിട്ടാണ് അന്ന് ആന വണ്ടി കംപ്ലൈന്റ് ആയിട്ട് ബ്രേക്ക് ഡൗൺ ആയിട്ട് മരത്തിന്റെ മുകളിൽ കയറിയുന്ന സ്ഥലം. അപ്പൊ നമ്മൾ കയറിയ മതിയില്ല അവിടെ. അങ്ങനെ ഇഷ്ടംപോലെ സ്ഥലങ്ങളുണ്ട്. മെയിനായിട്ട് ഇവിടെ വീടുകളൊന്നും ഇല്ല. അപ്പം രാത്രിയിൽ ഇച്ചിരി ബുദ്ധിമുട്ട്. ആനയെല്ലാം വന്നു കഴിഞ്ഞാൽ എന്തെങ്കിലും പ്രശ്നമൊന്നും ആരും അറിയില്ല. സംഭവം അറിയണ പിന്നെ നേരം വെളുക്കണം, അല്ലെ വേറെ അടുത്ത ഏതെങ്കിലും വണ്ടികൾ വരണം. നമ്മളിപ്പോൾ സുൽത്താൻ ബത്തേരിയിൽ ബോധി കളരി മർമ്മ ചികിത്സാ കേന്ദ്രത്തിലാണ് നിൽക്കുന്നത്. അവിടെ റസാക്ക് ഗുരുക്കളുണ്ട്. റസാക്ക് ഗുരുക്കളുടെ അടുത്ത് നിന്ന് നമുക്ക് കളരിയിൽ വരുന്ന മർമ്മ ചികിത്സയെക്കുറിച്ചുള്ള കാര്യങ്ങൾ ചോദിച്ചറിയാം. ഗുരുക്കൾ നമുക്ക് ഇന്ന് അതിനെക്കുറിച്ച് പറഞ്ഞു തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഡോക്ടറുടെ ഗുരുവാണ്, ഡോക്ടറുടെ ഒപ്പം ഞാൻ വന്നതാണ്. ഡോക്ടർ അവിടെ നമ്മുടെ വൈപ്പിൽ കൃപ ആയുർവേദ സെൻറ്റർ എന്ന് പറഞ്ഞ സ്ഥലത്തും പ്രധാനമായിട്ടും ചെയ്യുന്നത് മർമ്മ ചികിത്സ തന്നെയാണ്. നമസ്കാരം. ഇത് എൻ്റെ ആശാൻ റസാഖ് ഗുരുക്കൾ. എൻ്റെ മർമ്മ ചികിത്സയിൽ എന്നെ കാര്യങ്ങളൊക്കെ പഠിപ്പിച്ച് എൻ്റെ ഗുരുനാഥൻ. നമസ്കാരം, എൻ്റെ പേര് റസാഖാണ്. ഗുരുക്കൾ എന്ന് പറഞ്ഞ സ്ഥാനമൊന്നും ആയിട്ടില്ല. മർമ്മത്തെക്കുറിച്ച് കുറച്ച് അറിയാം, അത്രേ ഉള്ളൂ. നമ്മളെ മർമ്മ സംബന്ധമായിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ച് പറയുമ്പോൾ നമ്മളെ തുടക്കം മുതലുള്ള കേരളത്തിൽ എങ്ങനെ കളരി മർമ്മ ചികിത്സ വന്നു എന്നാണ് എല്ലാവർക്കും അറിയാൻ ആഗ്രഹം. എങ്ങനെയാണ് കളരി മർമ്മ ചികിത്സ തുടങ്ങുന്നത്, എങ്ങനെയാണ് അതിൻ്റെ ഉത്ഭവം, മെയിനായിട്ട് എവിടുന്ന് തുടക്കമാണ് എല്ലാവർക്കും അറിയാൻ ആഗ്രഹം. നമ്മളൊന്നും പറഞ്ഞാൽ അതിൻ്റെ ഒരു എഫക്റ്റ് കിട്ടൂല. പക്ഷെ നമുക്ക് ഒരിക്കൽ പറയുമ്പോൾ അതിൻ്റെ ഒരു എന്താണ് ഒരു പിക്ചർ, ശരിക്കുള്ള ഒരു പിക്ചറാണ് നമുക്ക് കിട്ടും, ഒരു സിനിമ കാണുന്ന പോലെ. ഇതിനെന്ന് പറഞ്ഞാൽ മർമ്മ ചികിത്സൻ്റെ തുടക്കം എന്ന് പറഞ്ഞാൽ കേരളത്തിൽ വന്നത് കേരളത്തിൻ്റെ ആയോധന കലയായ കളരിപ്പയറ്റുമായിട്ട് സംബന്ധിച്ചിട്ടാണ്. കേരളത്തിലെ ആയോധന കലയായ കളരിപ്പയറ്റിന് പൊതുവെ 3 ശൈലികളാണ് അറിയപ്പെടുന്നത്. ഒന്ന് വടക്കൻ ശൈലി, ഒന്ന് മധ്യ കേരള, ഒന്ന് തെക്കൻ ശൈലി.
ഈ ശൈലികളിൽ അനുബന്ധിച്ചിട്ടാണ് ഒരു കളരി എന്ന് പറഞ്ഞാൽ അത് സമ്പൂർണ്ണമായിട്ട് ആയോധന കലയിൽ ഉൾപ്പെടുന്ന അതിൽ പരിക്ക് പറ്റിയ ശിഷ്യഗണങ്ങളെ അല്ലെങ്കിൽ അതിൽ പരിക്ക് പറ്റിയവരെയോ ചികിത്സിക്കാനായിട്ട് അന്നത്തെ ഗുരുക്കന്മാരും അന്നത്തെ ആശാന്മാരൊക്കെ വികസിപ്പിച്ചെടുത്ത ഒരു ചികിത്സാ സമ്പ്രദായമാണ് മർമ്മ ചികിത്സ. അപ്പോൾ അതിലിപ്പോൾ വടക്കൻ സമ്പ്രദായത്തിലെ മർമ്മ ചികിത്സ ഐതിഹ്യത്തിൽ പറയുന്നത് പരശുരാമൻ എന്നുള്ള ഒരു ഐതിഹ്യം വരുന്നുണ്ട്. അത് ഐതിഹ്യമാണ്. അതിനെപ്പറ്റി എത്രത്തോളം ശരിയാണോ തെറ്റോന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. പിന്നെ തെക്കൻ ശൈലിയിലുള്ള ഗുരു പരമ്പരയിൽ വരുന്ന ഐതിഹ്യത്തിൽ വരുന്ന അഗസ്ത്യമുനിയാണ്. അഗസ്ത്യമുനി നമ്മളെ സുബ്രഹ്മണ്യന് ആണ് ഈ മർമ്മശാസ്ത്രം ഗ്രഹിച്ചത് എന്ന് പറയുന്നുണ്ട്. സുബ്രഹ്മണ്യന് കിട്ടിയത് അമ്മയായ ശ്രീ പാർവതിയിൽ നിന്നാണ്. ഈ പാർവതിക്ക് പരമശിവൻ ഉപദേശിച്ചു കൊടുത്തു എന്നാണ്, മർമ്മശാസ്ത്രം ഉപദേശിച്ചു കൊടുത്തു എന്നാണ് പറയുന്നത്, ഐതിഹ്യം പറയുന്നത്. അപ്പോൾ ഇതിനെ ഈ 3 ശൈലിയിലുള്ള ഈ വടക്കൻ, മധ്യ കേരള, തെക്കൻ എന്നീ ശൈലികളിൽ നിലനിൽക്കുന്ന ഈ ആയോധന കലയായിട്ട് ബന്ധപ്പെട്ട കളരി മർമ്മ ചികിത്സയാണ് ഇന്ന് കേരളത്തിൽ നിലവിലുള്ളത്. അതിൽ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും അത് യോജിച്ചിട്ട് അതുകൊണ്ട് ഒന്നിനോട് കൂടിച്ചേർന്നിട്ടുള്ള ശൈലികൾ വന്നിട്ടുണ്ട്. അതേപോലെ അഭ്യാസങ്ങളും അങ്ങനെ തന്നെയാണ്. തനി തെക്കനെ കാണുന്ന തനി മധ്യ കേരളയോ തനി വടക്കൻ സമ്പ്രദായമോ ഇന്ന് അപൂർവമായിട്ടേ കാണാൻ പറ്റുള്ളൂ. എല്ലാത്തിനും 1-2 അഭ്യാസമുറകൾ, മറ്റുള്ള ശൈലിയിലുള്ള അഭ്യാസമുറകൾ ഇതിലേക്ക് കടന്നുകൂടിയിട്ടുണ്ട്. അത് ഗുരുക്കന്മാർ മറ്റുള്ള പല അഭ്യാസങ്ങളും പഠിച്ചിട്ട് അവരുടേതായ ശൈലികളിലുള്ള അഭ്യാസങ്ങളും ഇതിൽ ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ടാണ് മിക്സ് ആയിട്ട് വരുന്നത്. ഒന്ന് നമ്മളെ വടക്കൻ ശൈലിയിൽ തന്നെ 4 വിഭാഗത്തിൽ 4 ശൈലിയിൽ തന്നെ വടക്കൻ കളരി അറിയപ്പെടുന്നു. ഒന്ന് കടത്തനാടൻ മുറ, വട്ടൻ തിരുപ്പൽ സമ്പ്രദായം, അതേപോലെ വടക്കൻ സമ്പ്രദായം, അങ്ങനെ തന്നെ 4. അതേപോലെ മധ്യ കേരളയിൽ തന്നെ മുസ്ലിം മുറ അങ്ങനെ അറിയപ്പെടുന്ന കുറെ, അതിൽ തന്നെ മുസ്ലിം, അതേപോലെ വടക്കൻ മധ്യ കേരളയിൽ അറിയപ്പെടുന്നവരാണ് പടാളിത്തല്ല് എന്ന് പറഞ്ഞ അല്ല, ഓണത്തല്ല് പോലല്ലേ, ഓണത്തല്ല് എന്ന് പറയുന്ന ഒരു ഐഡിയ ആണ്. അതേപോലെ പടാളിത്തല്ല് എന്ന് പറഞ്ഞ ഒരു മുറ ഈ നമ്മളെ മലപ്പുറം ആ സൈഡുകളിൽ ഉണ്ട്. മധ്യ കേരളത്തിന്റെ കളരി ഒരുവിധം കാസർഗോഡ്, മലപ്പുറം, പാലക്കാട് ആ ശൈലിയിലാണ് അധികം മധ്യ കേരള കളരി കാണപ്പെടുന്നത്. രണ്ടാമത് എന്ന് പറഞ്ഞാല് ഈ തെക്കൻ സമ്പ്രദായം എന്ന് പറഞ്ഞാല് അത് തമിഴുമായിട്ട് കലർന്നിട്ടുള്ള ശൈലിയാണ്. ഇതിന് എല്ലാ ശൈലിയിലുള്ള ഓരോ കളരിക്കും അതിൻ്റെതായ ഓരോ ഗുണമുണ്ട്. അതേപോലെ തന്നെ ചികിത്സാ സമ്പ്രദായത്തിനും വ്യത്യസ്തമായിട്ടുള്ള ഗുണങ്ങളാണുള്ളത്, പ്രത്യേകതകളാണ്. ഗുണങ്ങളല്ല, പ്രത്യേകതകളാണ്. വടക്കൻ സമ്പ്രദായത്തിലെ കളരിക്ക് എന്ന് പറഞ്ഞാല് മെയ്പയറ്റ്, അങ്ങനെ ആയുധപ്പയറ്റ്, വടിപ്പയറ്റ് എന്നിവ ഏറ്റവും കൂടുതൽ വളരെ അതിമനോഹരമായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു കളരി സമ്പ്രദായമാണ് വടക്കൻ സമ്പ്രദായം. മധ്യ കേരള എന്ന് വെച്ചാൽ ചുമടുകളിൽ, അഭ്യാസത്തിലെ ചുമടുകളിലേക്ക് ഏറ്റവും കൂടുതൽ പ്രധാനവും നല്ല ഇതായിട്ട് ശത്രുവിനെ നേരിടുന്നുള്ള ഇതിനെപ്പറ്റി ഏറ്റവും കൂടുതൽ പഠിക്കുന്ന ഒരു ശൈലിയാണ് മധ്യ കേരള. തെക്കൻ സമ്പ്രദായത്തിലെ ഏറ്റവും കൂടുതൽ പറയപ്പെടുന്നത് എന്ന് വെച്ചാൽ അഭ്യാസത്തെക്കാൾ കൂടുതൽ അതിന്റെ പ്രത്യേകത എന്ന് വെച്ചാൽ മർമ്മശാസ്ത്രത്തിനാണ്. മർമ്മത്തിലെ ഏറ്റവും കൂടുതൽ എഴുത്തുകളും ഗ്രന്ഥങ്ങളും നടന്നിട്ടുള്ളത് തെക്കൻ സമ്പ്രദായത്തിലാണ്. ഇന്ന് ലോകത്തിൽ തന്നെ അത് അത്രയും വിസ്മയിപ്പിക്കുന്നതിലുള്ള മർമ്മശാസ്ത്രം ഇന്നും തെക്കൻ സമ്പ്രദായത്തിലെ ഓരോ ആൾക്കാരുടെ വീട്ടിൽ ഉണ്ട്. അറിയുന്നവർ വളരെ ദുർബലമാണെങ്കിലും ഉണ്ട്, ഇപ്പോഴും നിലവിൽ അതിൻ്റെ രേഖകളായിട്ട് ഉണ്ട്. രേഖകളായിട്ട് തന്നെ ഉണ്ട്. എന്ന് വെച്ചാൽ അതില് ഇപ്പൊ പണ്ട് ഒരു കൊച്ചു കൃഷ്ണനാടർ എന്നാണ് എൻ്റെ ഒരു ഓർമ്മ. അയാള് ഇറക്കിയ ഒരു മർമ്മശാസ്ത്ര സമാഹാരം എന്ന് പറഞ്ഞ ഒരു പുസ്തകമുണ്ട്. അത് തമിഴ് മലയാളം കലർന്ന ശ്ലോകങ്ങളാണ്, പദ്യരൂപത്തിലാണ്. അതേപോലെ മർമ്മപീഠിക എന്ന് പറഞ്ഞ ഒരു 1000 പേജ് വരുന്ന ഒരു മർമ്മപീഠിക എന്ന് പറഞ്ഞ പുസ്തകവും തെക്കൻ മർമ്മശാസ്ത്രത്തിൽ ഇറങ്ങിയിട്ടുണ്ട്. അതേപോലെ അനേക ഓലകള്, കയ്യെഴുത്ത് ഓലകള്, അതേപോലെ
അത് വളരെ രഹസ്യമായി വെക്കുന്ന കുറെ സമുദായം തന്നെയുണ്ട്. നാടാർ സമുദായത്താണ് ഇതിലെ നാടർ സമുദായത്തിന് വളരെയധികം നാടർ സമുദായത്തിന് ഇതിൽ തെക്കൻ മർമ്മശാസ്ത്രം വളരെയേറെ പ്രസിദ്ധമായിട്ട് അറിയുന്ന കുറെ ആൾക്കാരെ ഇപ്പോഴും ജീവിച്ചിരിക്കുന്നു. ഇത് ശരിക്കും പറയുകയാണെങ്കിൽ ശരിക്കും അറിയപ്പെട്ടത് ഇത് എന്ന് വെച്ചാൽ ഈ മർമ്മശാസ്ത്രത്തിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാല് ഇത് ആയുർവേദോ മറ്റുള്ള സിദ്ധ വൈദ്യോ മറ്റുള്ള ഇതുമായിട്ടൊന്നും ഇതിന് യാതൊരു ബന്ധമില്ല. ബന്ധം പറയാമെങ്കിലും എന്ന് വെച്ചാൽ അത് മർമ്മത്തിന്റെ പേരുകൊണ്ടുള്ള ബന്ധങ്ങളെ വരും. ഇപ്പൊ വടക്കൻ ശൈലിയിലുള്ള മർമ്മശാസ്ത്രത്തിന്റെ അധികം പേരുകൾ ഇരിക്കുന്നത് നമ്മളെ സുശ്രുത സംഹിതയായിട്ട് ബന്ധപ്പെട്ട അതിലെ ആയുർവേദ ഗ്രന്ഥങ്ങളിലെ പേരുകളെ വെച്ചുകൊണ്ടാണ് മർമ്മങ്ങളെ പേരുകൾ പറയുന്നത്. അതേപോലെ മധ്യ കേരളയിൽ എന്ന് വെച്ചാൽ മലയാള മർമ്മം എന്ന് പറയുന്ന നമുക്ക് വേണമെങ്കിൽ മലയാള മർമ്മം എന്ന് വെച്ചാൽ ഗുരുക്കന്മാര് ഇവിടെ കളരി ഗുരുക്കന്മാരിൽ നിന്ന് മാത്രം ഉടലെടുത്ത ഒരു മർമ്മശാസ്ത്രമാണ് അഭ്യാസ മർമ്മങ്ങൾ. ഇപ്പോഴും ഞാൻ നിൽക്കുന്നത് ഡോക്ടറിൻ്റെ പ്രധാന ആശാൻ്റെ അടുത്താണ്. ആശാൻ്റെ ചികിത്സാ കേന്ദ്രമാണ് ഇത് സുൽത്താൻ ബത്തേരിയിൽ തന്നെയാണ്. ഇനി നമുക്ക് ആശാൻ്റെ കുറച്ച് വിശേഷങ്ങളായിട്ട് വരാം. ഓരോ ഗുരുവിൻ്റെയും അടുത്തുനിന്ന് ഒരുപാട് കാര്യങ്ങൾ നമുക്കറിയാനുണ്ട്. എൻ്റെ ഗുരു UP മുഹമ്മദ് വൈദ്യർ, സുൽത്താൻ ബത്തേരി. നേരിട്ട് സംസാരിക്കും. പാരമ്പര്യ ചികിത്സ ഞാൻ എൻ്റെ അമ്മാവനിൽ നിന്നാണ് ചികിത്സാ രീതികൾ പഠിച്ചെടുത്തത്. അവിടെ മുതൽ ഞാൻ 15 വയസ്സിൽ മുതൽ തന്നെ ചികിത്സാ രൂപങ്ങളിലേക്ക് ഞാൻ കടന്നു വന്നിട്ടുണ്ട്. വയനാട്ടിനെ സംബന്ധിച്ചിടത്തോളം പറയുകയാണെങ്കിൽ ഒരുവിധ പച്ചമരുന്നുകളും ഞങ്ങളുടെ തൈലങ്ങൾ മറ്റുള്ള കാര്യങ്ങളൊക്കെ ഫോറസ്റ്റുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് ഞങ്ങൾ പറിച്ചുകൊണ്ടിരിക്കുന്നത്. എന്നാൽ ഇന്ന് വളരെയധികം മരുന്നുകളൊക്കെ നഷ്ടപ്പെട്ട് കൊണ്ടിരിക്കുകയാണ്. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ തൊഴിലുറപ്പ് പദ്ധതി അതുപോലെ ഈ ഉള്ള പല പരിപാടികളെ കൊണ്ടും മരുന്നുകളെല്ലാം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടം കൂടിയാണ്. എന്നാൽ തന്നെ ഞങ്ങൾ കിട്ടുന്ന മരുന്നുകൾ ഉപയോഗിച്ചിട്ടാണ് ഞങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. കൂടുതൽ മരുന്നുകൾ ഞങ്ങൾ ജനങ്ങളിലേക്ക്, അതായത് രോഗികളിലേക്ക് കൊടുക്കുന്നില്ല. ഇനിയിപ്പോൾ ഒരു ഊരവേദന വരുന്ന ഒരാളാണെങ്കിൽ അയാൾ ഏത് രൂപത്തിലുള്ള ഊരവേദനയാണെങ്കിൽ തന്നെ ഡിസ്ക് തെറ്റിയിട്ടാണെങ്കിൽ ബൾജ് ചെയ്തിട്ട് ആണെങ്കിലും ഇനിയിപ്പോൾ ഞരമ്പ് കുടുങ്ങിയിട്ടാണെങ്കിലും ഉള്ള രൂപങ്ങളിലുള്ളവരൊക്കെ ഞങ്ങൾ മസാജ് കൊണ്ട് ഒഴിഞ്ഞിട്ട് തന്നെ അത് മാറ്റിയെടുക്കാനുള്ള ശ്രമങ്ങൾ നടത്തുന്നുണ്ട്. എന്നുവെച്ചാൽ മാറിപ്പോകുന്നുണ്ട് ഒരുവിധം എല്ലാ ഭാഗങ്ങളിൽ നിന്നും. ഇപ്പോൾ വയനാടിനെ സംബന്ധിച്ചിടത്തോളം ഞാൻ പറയുകയാണെങ്കിൽ എൻ്റെ അടുത്ത് ഈ കേരളത്തിലുള്ള എല്ലാ സ്ഥലത്തു നിന്നും ആൾക്കാർ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതിൻ്റെ പുറമെ കർണാടകയിൽ നിന്നും തമിഴ്നാട്ടിൽ നിന്നും എല്ലാം ആൾക്കാർ വരുന്നുണ്ട്. അവർക്കെല്ലാം ദൈവത്തിൻ്റെ കാരുണ്യം കൊണ്ട് എല്ലാം മാറിപ്പോകുന്നു. എൻ്റെ ഗുരുനാഥൻ്റെയും കഴിവുകൊണ്ട് എന്നുവെച്ചാൽ അവരുടെയും കൂടി ഗുരുത്വ കൊണ്ട് മാറിപ്പോകുന്നുണ്ട്. പിന്നെ എനിക്ക് ശിഷ്യന്മാരുണ്ട്. അവരൊക്കെ ട്രീറ്റ്മെൻറ്റ് ചെയ്തിടത്തോളം അവർക്ക് നല്ല അഭിപ്രായങ്ങളല്ലാതെ ഒരു ചീത്ത അഭിപ്രായങ്ങൾ വന്നിട്ടില്ല. ഇപ്പോഴും എൻ്റെ അടുത്ത് ഒരു ശിഷ്യൻ വർക്ക് ചെയ്യുന്നുണ്ട്, അതായത് പഠിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അയാൾ നല്ല അഭിപ്രായങ്ങളാണ് ജനങ്ങളിൽ നിന്നും നമുക്ക് കിട്ടുന്നത്. പിന്നെ ഒരു ദിവസം എന്ന് പറഞ്ഞാൽ ഒരു ഏറ്റവും ചുരുങ്ങിയത് ഞങ്ങൾ ക്യാഷ് ചോദിച്ച് വാങ്ങിക്കുന്ന ഒരു പരിപാടി ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു 10-30 ആൾക്കാരെങ്കിലും ഒരു ദിവസം ആവറേജ് നമ്മളെടുത്ത് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ആരോടും ക്യാഷ് ചോദിച്ച് വാങ്ങിക്കില്ല. അവർ തരുന്നതായ ദക്ഷിണ, അതായത് ഞങ്ങളൊരു കൂലിപ്പണിയായിട്ടല്ല ഇത് ചെയ്യുന്നത്, ഇതൊരു സേവനം. എന്നെ സംബന്ധിച്ചിടത്തോളം, എൻ്റെ ശിഷ്യന്മാരെ സംബന്ധിച്ചിടത്തോളം എൻ്റെ അടുത്ത് വരുന്ന ആൾക്കാർ അവരെന്താണോ ദക്ഷിണയായിട്ട് തരുന്നത് അത് മാത്രമാണ് ഞങ്ങളുടെ ഉപജീവന മാർഗം. അതല്ലാതെ ഒരു കാരണവശാലും ഞങ്ങൾ ഇത്ര പൈസ വേണം, ഇന്നതിന് ഇത്ര പൈസ വേണം എന്നുള്ള ഒന്നുമില്ല. അവരൊരു രൂപയാണോ തരുന്നത് അത് സന്തോഷമായിട്ട് ഞങ്ങൾ ദക്ഷിണയായിട്ട് സ്വീകരിക്കുന്നത്. അതിലൂടെ ഞങ്ങളുടെ ഉപജീവനം മുന്നോട്ട് പോവുകയും ചെയ്യുന്നത്. ഇത്രയും കാലം ഞങ്ങൾ ചികിത്സിച്ച ചികിത്സകളൊക്കെ വിജയമല്ലാത്ത പരാജയങ്ങൾ ഞങ്ങൾ ശ്രമിച്ചിട്ട് ഉണ്ടായിട്ടില്ല. അത്രയും നമസ്കാരം. അതാണ് നമ്മുടെ പാരമ്പര്യ വൈദ്യത്തിൻ്റെ അല്ലെങ്കിൽ പാരമ്പര്യ ചികിത്സ. നമ്മുടെ ഗുരുക്കന്മാരിൽ നിന്ന് തലമുറകളായിട്ട് കൈക്കൊണ്ടിട്ടുള്ള ചികിത്സയുടെ ഒരു ഗുണവും അനുസരണയും അതാണ്. നമ്മൾ ഒരു സേവനമായിട്ട് അല്ലെങ്കിൽ നമ്മുടെ നാട്ടുകാർക്ക് വേണ്ടി നമുക്കറിയുന്ന അറിവുകൾ ഉപയോഗിച്ച് ആളുകളെ ചികിത്സിക്കുക, അത് നമ്മളെ സംബന്ധിച്ച് ഒരു ഭാഗ്യമാണ്, ഒരു മഹത്തരമായിട്ടുള്ള കാര്യമാണ്. അപ്പോൾ വളരെയധികം സന്തോഷമുണ്ട് ആശാനെ കാണാൻ പറ്റിയതിൽ. അപ്പോൾ ഡോക്ടറുടെ ഒപ്പം ഇത്ര സമയം ചിലവഴിക്കാൻ പറ്റിയതും വളരെ സന്തോഷം.